കണ്ണൂർ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിമതനുമായി കെപിസിസി ഉപസമിതി വീണ്ടും ചർച്ച നടത്തും. അതിനിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ലീഗും വ്യക്തമാക്കി. വിമതനായ പി കെ രാഗേഷ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്നിനുപോലും തീരുമാനമെടുക്കാൻ കഴിയാതെയാണ് രാത്രി വൈകി യോഗം പിരിച്ചുവിട്ടത്. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മാറ്റി തലസ്ഥാനത്തേക്ക് കെ സുധാകരനെ കൊണ്ടുവരുന്നതിൽ രാഗേഷിന് എതിർപ്പില്ല. എന്നാൽ ഈ നീക്കത്തെ എ ഗ്രൂപ്പ് ശക്തിയുക്തം എതിർക്കുമെന്നതിനാൽ വിഷയം ചർച്ചയ്ക്ക് പോലും എടുക്കാനാവാത്ത അവസ്ഥയിലാണ്. തന്നോടൊപ്പം പുറത്താക്കിയവരെയും തിരിച്ചെടുക്കണമെന്ന രാഗേഷിന്റെ ആവശ്യത്തിലും എതിർപ്പ് ശക്തമാണ്. സുധാകരന്റെ അനുയായികളായ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്താൽ വലിയ കലാപം നടക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ രണ്ട് വിഷയങ്ങളും തുടങ്ങിയിട്ട് തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷനിൽ രാഗേഷിന് എന്ത് സ്ഥാനം നൽകുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലേക്കും കടക്കാനായില്ല. ഒന്നാം ഘട്ടം വഴിമുട്ടിയതോടെ ഇന്ന് വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. അതേസമയം DCCക്കെതിരെ എന്നും കലാപക്കൊടിയുയർത്തുന്ന പി രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ് കിട്ടിയ അവസരം മുതലെടുക്കുകയാണെന്നാണ് സുധാകര പക്ഷത്തിന്റെ വിലയിരുത്തൽ. അതിനിടെ പി കെ രാഗേഷിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകി അനുനയിപ്പിക്കാമെന്ന പോംവഴിക്ക് തടയിട്ട് ലീഗ് രംഗത്തെത്തി. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വിട്ടുകൊടുക്കേണ്ടെന്നാണ് ലീഗ് യോഗത്തിന്റെ തീരുമാനം. ഇതോടെ UDF യോഗവും വലിയ ബഹളത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ.